അങ്ങനെ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ 14ാമത്തെ ദിവസമാണ്. അതായത് 2 ആഴ്ചയായി നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ഒരു ശർക്കര കാപ്പി കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ ഷുഗർ എന്തായാലും ഒഴിവാക്കിയാണല്ലോ. ഇത് പനം ശർക്കരയാണ് കേട്ടോ, ഞാൻ ഖാദിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതൊരു വലിയ കട്ടയായിട്ടാണ് ഉണ്ടാവുക. ഞാൻ പൊടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചതാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. ഉപ്പുമാവും 2 പഴമായിരുന്നു കേട്ടോ. ഈ പനശർക്കര നമുക്കങ്ങനെ പെട്ടെന്ന് പൊടിക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ സമയമുള്ള ഏതെങ്കിലും ഒരു നേരത്തെ നമ്മളത് പൊടിച്ച് കുപ്പിയിലിട്ട് വെച്ചാൽ പെട്ടെന്നൊരു കാപ്പി കുടിക്കണമെന്ന് തോന്നുമ്പം കുടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കാപ്പി കുടിക്കേണ്ട മൂടങ്ങ് പോകും കേട്ടോ. അത് പൊടിക്കാൻ നിന്നാൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടല്ലോ, ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും കൂടി അടിച്ചത്, അതും കൂടെ കുടിച്ചു. പിന്നെ ലഞ്ചിന് കുറച്ച് ചോറ്, കുറച്ചധികം വെള്ളരിക്കേൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക കറിയാണ്. ഒരു അയില കഷ്ണം എടുത്തിട്ടുണ്ട്, മീൻ. പിന്നെ ഇന്ന് നമ്മുടെ പാവയ്ക്കേൻ്റെ ഉപ്പേരി, അതായത് നമ്മുടെ കൈപ്പങ്ങേൻ്റെ ഉപ്പേരിയായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചെറിയൊരു ബൗളിൽ കുറച്ച് തൈരും, കട്ടത്തൈരാണ്, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണം എന്ന് വൈകുന്നേരം ഭയങ്കര ആഗ്രഹം കേട്ടോ, ക്രേവിങ്സ് ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ അട ചുട്ടു. സ്റ്റീം ചെയ്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും സ്റ്റീം ചെയ്തതാണ്. ഇത് ഗോതമ്പ് മാവാണേ, ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ച പനം ശർക്കരയും തേങ്ങയാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഓട്ടടയായിട്ടാണ് കേട്ടോ ചുട്ടത്. അമ്മമ്മ പണ്ട് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മമ്മ പണ്ട് ഓട്ടട ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അത് കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേത് എല്ലാവർക്കും ആവിയിൽ ഉണ്ടാക്കിയതാണ് ഇഷ്ടം. ഞാൻ ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് അമ്മമ്മേനൊക്കെ ആലോചിച്ച് ഞാനിത് അതേപോലെ ഓട്ടടയാക്കി ചുട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ക്രേവിങ്സിന് അങ്ങോട്ടേക്ക് വിട പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് തിന്നാണ്ട് ഒരു സമാധാനമില്ല. അങ്ങനെ അടയൊക്കെ ചുട്ട് തിന്നു. പിന്നെ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, അവിടെ നിന്ന് എൻ്റെ ട്രെയിനർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വേണം. ഞാൻ അവിടുന്ന് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ ഡയറ്റ് കൊണ്ടുപോകുന്നതെന്ന്. അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുപോകുന്നത്, അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണേ.